എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ജപ്പാനിലെ പല ആൾക്കാരെയും പേടിപ്പെടുത്തിയ ഒരു യഥാർത്ഥ സംഭവമാണ് ഞാനിന്ന് പറയുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ജപ്പാനിലെ ആൾക്കാരെ പേടിപ്പിച്ചു വിറപ്പിച്ച കുച്ചിസാക്കി ഉന്നയുടെ കഥ. ജപ്പാനിൽ ജീവിച്ച ഒരു ഭടന്റെ ഭാര്യയായിരുന്നു കുച്ചിസാക്കി ഉന്ന. അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു അവർ. ഒരു ദിവസം യുദ്ധത്തിന് പോയി തിരിച്ചു വന്ന ഭടൻ കാണുന്നത് ഭാര്യയുടെ കൂടെ മറ്റൊരാളെയാണ്. ആ കാഴ്ച കണ്ടതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഭാര്യയുടെ വായ അവർ രണ്ടായി പിളർന്നു. അതിസുന്ദരിയായിരുന്ന അവർ പിന്നീട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ വികൃതമായ മുഖമാണ് കണ്ടത്. അതിൻ്റെ വിഷമം താങ്ങാനാവാതെ കത്രിക ഉപയോഗിച്ച് സ്വയം കുത്തിമരിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഏകദേശം 1970-ലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ആ ഒരു കാലഘട്ടം മുതൽ ജപ്പാനിൽ രാത്രി സഞ്ചരിക്കുന്നവരെ പലരെയും കാണാതായി. പലരും മരണപ്പെടുകയുണ്ടായി. ഇതിന് പിന്നിലെ കാരണം ആർക്കും കണ്ടെത്താനായില്ല. പിന്നീടാണ് കുച്ചിസാക്കി ഉന്നയെക്കുറിച്ച് ആളുകൾ അറിയുന്നത്. മാസ്ക് ധരിച്ച് കത്രികയുമായി ഒരു സ്ത്രീ രാത്രി പ്രത്യക്ഷപ്പെടും. ആരെയാണോ മുന്നിൽ കാണുന്നത് അവരോട് ആ സ്ത്രീ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്നാണ്. നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അയാളെ അവർ വധിക്കും. ഇനി എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ആ മാസ്ക് അവർ ഊരും. അപ്പോഴാണ് അവരുടെ കീറിയ വാ കാണുന്നത്. എന്നിട്ട് അവർ വീണ്ടും ചോദിക്കും ഇപ്പോൾ എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന്. ഇനി ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ നിമിഷം അവർ വധിക്കപ്പെടും. ഇനി ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതേപോലെ അവരുടെ വായും ഇവർ കീറിക്കൊടുക്കും. ഈ ഒരു കഥ പ്രചരിച്ചതോടുകൂടി ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. കുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിച്ചത്. ഗവൺമെന്റ് വരെ ഇവരുടെ മുന്നിൽ പകച്ചുപോയി. വാർത്തകൾ ഒരുപാട് പരന്നു. അങ്ങനെ കുട്ടികൾക്ക് ഗവൺമെന്റ് തന്നെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി. കുച്ചിസാക്കി ഉന്ന കാരണം ഒരുപാട് പേർ മരണപ്പെട്ടു. പക്ഷേ ഈ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയതോടുകൂടി പിന്നീട് കുറച്ചു നാളത്തേക്കും ഇവർ അപ്രത്യക്ഷരായി. അങ്ങനെ ഇവരുടെ ശല്യം ഇനി ഉണ്ടാവില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഏകദേശം 1990-ൽ. ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു. പിന്നീട് കുറച്ചു നാളത്തേക്ക് ഇവരെ വീണ്ടും കാണാതായി. പിന്നീട് ഒരു 2000-ൽ ഇവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഇവർ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷയാവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് തന്നെ ആൾക്കാരിലേറെ ഭയമുണ്ടാക്കി. ഇന്നും ജപ്പാനീസ് ജനത ഭയത്തോടെ കാത്തിരിക്കുന്നത് ഇവരുടെ വരവ് പ്രതീക്ഷിച്ചാണ്. അവസാനമായി ഒരു വഴിയേ അവരുടെ മുന്നിലുള്ളൂ. എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ തരക്കേടില്ല എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞാൽ അവർ ഒരു നിമിഷം പകച്ചു പോകും. ആ സമയത്ത് ഇവർക്ക് ഓടി രക്ഷപ്പെടാവുന്നതാണ്. ഇന്നും കുച്ചിസാക്കി ഉന്നയെ ആൾക്കാർക്ക് ഭയമാണ്. ഇതൊരു കഥയാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജപ്പാനീസിലെ ആളുകൾ ഇവരുടെ വരവ് എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കഥ കേൾക്കുന്നവർക്ക് ഇത് കഥയായി എടുക്കാം, അല്ലാതെയും എടുക്കാം. പക്ഷേ ഒരു കൂട്ടം ആൾക്കാരുടെ വിശ്വാസമാണിത്, ഒരു കൂട്ടം ആൾക്കാർ അനുഭവിച്ചതാണിത് എന്ന് പറയപ്പെടുന്നു.